ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന നവനാൾ 7-ാം ദിവസം. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയായ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിനെ പരിമളതൈലം പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പം തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവെ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ദീദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ദൈവശാസ്ത്രപരമായി അഗാധമായ മാനങ്ങളുള്ളതാണ് ഈശോയുടെ നെടുവീർപ്പും ഉള്ളം കലങ്ങിയുള്ള കരച്ചിലൊക്കെ. ഈ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിൽക്കുമ്പോൾ ഈശോയുടെ ഉള്ളം കലങ്ങി എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഉള്ളം കലങ്ങി. ഗ്രീക്ക് വാക്ക് എംബ്രിമസ്തായി എന്നാണ്. എംബ്രിമസ്തായി. ദേഷ്യപ്പെടുക, പരുഷമായി സംസാരിക്കുക, നിശിതമായി വിമർശിക്കുക, അസ്വസ്ഥമാകുക എന്നെല്ലാം അർത്ഥമുണ്ട്. അതിനാൽ ഈ വാക്കിന് 3 ഭാഷകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഈശോ ദേഷ്യപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഒരു കാര്യം പരോക്ഷമായി ഇവിടെ കാണാം. അവിടെ മറിയത്തോടൊപ്പം നിന്ന് കരയുന്ന യഹൂദരിൽ ചിലർ തന്നെയാണ് അല്പം കഴിയുമ്പോൾ ഈശോയെ അധികാരികൾക്ക് ഒറ്റിക്കൊടുക്കുന്നത്. യോഹന്നാൻ 11:46. ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പലരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. എങ്കിലും മറ്റു ചിലർ അവിശ്വസിക്കാനും വഞ്ചിക്കാനും ഒറ്റിക്കൊടുക്കാനും അത് ഇടയാകും. യോഹന്നാൻ 11:53, 12:10 സൂചനയുണ്ട്. അവനോടുകൂടെ മരിക്കേണ്ടെന്ന് നമുക്കും പോകാമെന്ന് തോമസ് ലീഹ പറയുമ്പോൾ ഈശോയുടെ ഈ മാനസിക നിലയോട് അദ്ദേഹം സമരസപ്പെടുകയാണ്. അതായത് ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ പ്രക്രിയയിൽ ഈശോ മരിക്കും, ഈശോ കൊല്ലപ്പെടും. അപ്പം അവനോടുകൂടെ മരിക്കേണ്ടതിന് ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിൽ ഈശോ കൊല്ലപ്പെടും. അത് തിരിച്ചറിഞ്ഞ ആളാണ് തോമസ് ലീഹ. അപ്പോൾ ഈശോയുടെ മാനസിക നില, അവൻ്റെ നെടുവീർപ്പും ഉള്ളം കലങ്ങിയുള്ള കരച്ചിൽ, അത് തിരിച്ചറിഞ്ഞവനാണ് തോമസ് ലീഹ. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് ഞാൻ തോമസ് ലീഹയെ വിളിച്ചിരിക്കുന്നത്. എക്സ്പെരിമെന്റ് തൊട്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരാണല്ലോ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെയുള്ളവനാണ് തോമസ് ലീഹ. പക്ഷേ അതേസമയം തന്നെ മാനുഷികതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതൊരു വ്യാഖ്യാനം, ലാസറിൻ്റെ മരണത്തിൽ വിലപിക്കാനായി വന്നവർ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലാത്ത പോലെ അലമുറയിട്ട് കരയുന്നത് കണ്ട് ഈശോയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ആ ദേഷ്യമാണ് ആത്മാവിൽ നെടുവീർപ്പും അസ്വസ്ഥതയുമായി പുറത്തു വരുന്നത്. പ്രത്യാശയില്ലാത്തവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പിന്നീട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക 4:13. വിശ്വാസരഹിതമായ വിലാപത്തിനെതിരെയുള്ള പ്രതികരണമാണ് ഈശോയുടെ നെടുവീർപ്പും അസ്വസ്ഥതയും. പ്രത്യാശയില്ലാതെ വിശ്വാസരഹിതമായി വിലപിക്കാൻ പാടില്ല. അങ്ങനെയല്ല നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല, സ്ഥലം മാറ്റേ ഉള്ളൂ. 3, തൊട്ടടുത്ത നിമിഷത്തിൽ താൻ ലാസറിനെ ഉയർപ്പിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിൽ
എന്തിനാണ് ഇങ്ങനെ വല്ലാതെ വികാരം കൊള്ളുന്നത്, ഉള്ളം കലങ്ങുന്നത്, അസ്വസ്ഥപ്പെടുന്നത്, ദേഷ്യം വരുന്നത്? എന്തിനാണ് നെടുവേർപ്പെടുന്നത്? നമ്മിൽ നിന്നും മരണം വഴി മടങ്ങിപ്പോകുന്നവര് ഉയർപ്പിക്കപ്പെടുമെന്ന് നമുക്കറിയാം. എന്നാൽ അത് വേർപാടിന്റെ വേദനയെ ലഘൂകരിക്കുകയോ ഇല്ലാതൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരന്മാരോ ഒക്കെ നമുക്കറിയാം, അവരൊക്കെ ഉയർപ്പിക്കപ്പെടും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഈ വേർപാടിന്റെ വേദന കുറയോ? പ്രിയപ്പെട്ടവരുടെ വേർപാട് വേദനാജനകം തന്നെയാണ്. ഈശോ തൻ്റെ ദുഃഖം മറച്ചു വെച്ചില്ല, തൻ്റെ സ്നേഹവും അവൻ മറച്ചു വെച്ചില്ല. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് യഹൂദർ പറയാൻ ഇടയാക്കത്തക്ക വിധം ഈശോ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. ഈശോ കരഞ്ഞു. ഇതാണ് മൂന്നാമത്തെ അർത്ഥം. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട്. അതാണ് ദൈവശാസ്ത്രപരമായിട്ട് ഏറ്റവും കേമം. തൊട്ടടുത്ത നിമിഷത്തിൽ ലാസർ ഉയർപ്പിക്കാൻ പോകുകയാണ് ഈശോ. എന്നിട്ടും അവൻ ആത്മാവിൽ നെടുവേർപ്പെടുകയും അസ്വസ്ഥനാകുകയും പിന്നെ കരയും ചെയ്തു. എന്തുകൊണ്ട്? 4-ാം സുവിശേഷത്തിൽ ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയില്ല, അത് എഴുതിയിട്ടില്ല. പക്ഷെ ആ മരണവേദന മുഴുവൻ ആ തോട്ടത്തിൽ വെച്ച് അനുഭവിച്ചത് ഇപ്പോൾ ലാസറിന്റെ കുഴിമാടത്തിൽ വെച്ച് ഈശോ അനുഭവിക്കുക. ആ സംഘർഷത്തിൽ കടന്നു പോകുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോയുടെക്ക് അനുഭവപ്പെട്ട ഹൃദയ നീറ്റല്, അസ്വസ്ഥത, ഉള്ളം കലങ്ങല്, അതേ വാക്കുകൾ തന്നെ, അത് അവതരിപ്പിക്കാൻ ഉപയോഗിച്ച അതേ വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളം കലങ്ങി നെടുവീർപ്പെട്ട് അസ്വസ്ഥനായി കരഞ്ഞു. അതിനർത്ഥം ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിൽ ഈശോ കൊല്ലപ്പെടുമെന്നാണ്. ഈശോ ലാസർ ഉയർപ്പിച്ച അന്ന് മുതൽ അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു കൊണ്ടിരുന്നുവെന്നാണ് യോഹന്നാൻ 11:53 കാണുന്നത്. അപ്പൊ ലാസറിന്റെ കുഴിമാടം യേശുവിനെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം കുഴിമാടമാണ്. ഈശോയെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കുഴിമാടമാണ്. ലാസറിന്റെ മരണം ഈശോയെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം മരണമാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിലാണ് ഈശോ കൊല്ലപ്പെടുക. ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടാണ് ഈശോ കൊല്ലപ്പെടാണ്ടായ കാരണങ്ങളിൽ ഒന്ന് ലാസറിനെ ഉയർപ്പിച്ചതാണ്. അപ്പോൾ ആ മരണത്തിന്റെ മുമ്പിലുള്ള വെപ്രാളമാണ് ഇപ്പൊ കാണുന്നത്. ഗെത്സമൻ തോട്ടത്തിലും മരണത്തെ കണ്ടപ്പോഴുണ്ടായ വെപ്രാളം, അതേ വെപ്രാളമാണ് ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്കുള്ളത്. മരണത്തെ അതിന് താവളത്തിൽ ചെന്ന് വേണം തോൽപ്പിക്കാൻ. അതിനെ കർത്താവോട് വന്നിരിക്കുന്നത്. അവനോടുകൂടെ മരിക്കാൻ നമുക്ക് പോകാമെന്ന് തോമാസിലേക്ക് നിർദ്ദേശിക്കുമ്പോൾ ഈ ദൈവശാസ്ത്രമാണ് പ്രഖ്യാപിക്കുന്നത്, മരണത്തെ അതിന് താവളത്തിൽ ചെന്ന് വേണം തോൽപ്പിക്കാൻ. ഇല്ലേ, മരിക്കേണ്ടതിന് അവനോടുകൂടെ നമുക്കും പോകാം. ഇതാണ് തോമാസിലേക്ക് പറയണേ. ചെറിയ കാര്യമൊന്നുമല്ല. മരണത്തെ അതിന് താവളത്തിൽ ചെന്ന് തോൽപ്പിക്കുന്ന ഈശോയുടെ കൂടെ നമുക്കും പോകാം. ഈശോയോടൊപ്പം, ഈശോയുടെ കൂടെ, ഈശോയ്ക്ക് വേണ്ടി, അവന് സത്യസഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറല്ലാത്തവർ സഭയുടെ കൂടെയാണ്, സഭയുടെ കാര്യങ്ങൾക്ക് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ വ്യാജമാണ്, കള്ളമാണ്, അഴിമതി ചെയ്യാൻ വേണ്ടിയുള്ള പഴുതുകൾ നോക്കുന്നതാണ്. ഈശോയോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി, അവൻ്റെ സത്യസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് പറയുന്നവർ മരിക്കാൻ തയ്യാറാകുന്നവരാണ്. അല്ലാത്തവർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ മരണം എന്ന് പറയുന്നത് കൊല്ലപ്പെടൽ മാത്രം, അങ്ങനെ ശാരീരികമായി കൊല്ലപ്പെടുന്നത് മാത്രമല്ല, അനുനിമിഷം നമ്മൾ സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അനുനിമിഷം നമുക്കെതിരെ എതിർപ്പുകളുണ്ടാകും. അത് അടി തൊട്ട് മുടി വരെ ഉണ്ടാകും, മാർപ്പാപ്പ തൊട്ട് ഏറ്റവും താഴെയുള്ള ആളുകൾ വരെ ഉണ്ടാകും. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ട് വ്യക്തിഗതയും തോന്നിയാസങ്ങൾ എഴുതലും നുണ, യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത നുണകൾ പ്രചരിപ്പിക്കും. അത് ആരൊക്കെ വേദനിപ്പിക്കുന്നുവെന്നോ ആരൊക്കെ നശിപ്പിക്കുന്നുവെന്നോ ഒരു ചിന്തയുമില്ല. സന്ധ്യ ആവുമ്പോൾ കള്ളം കുടിച്ച് വാട്സാപ്പ് യുദ്ധമാണ്. എന്നാൽ അവർ രംഗത്ത് വരില്ല. ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. കേസ് കൊടുക്കാത്തത് ആളുകൾ അവരറിവില്ലാണ്ട് ചെയ്യുന്നുവെന്ന കർത്താവ് പറഞ്ഞതുപോലെ ക്ഷമിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ ഈ പറഞ്ഞ ഈ കാപട്യത്തിൻ്റെ ആളുകളാണ്. കർത്താവിനോടൊപ്പം മരിക്കാൻ തന്നെ നമ്മൾ തയ്യാറാകണം. വിശ്വാസത്തിൻ്റെ അർത്ഥം അതാണ്. അത് അനുദിനം അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, സൗന്ദര്യത്തെ ബാധിക്കും. പക്ഷെ അപ്പോഴൊക്കെയും കർത്താവിനെ കൂടെ നിൽക്കുക. തോമസ് അതാണ് പറഞ്ഞത്. ഇതൊരു ചെറിയ കാര്യമല്ല തോമസ് പറഞ്ഞത്. അതിനാൽ ഞാൻ ഈ ദിവസം ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്, നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പുസ്തകങ്ങളാണ് ഞാൻ നിർദ്ദേശിച്ചത്. ഇപ്പം ഞാൻ നിർദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ട് 5 വോളിയം പുസ്തകമുണ്ട്. വലിയ പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും പിന്നെ ഈ തിരുവചനങ്ങൾ ജീവിച്ച വിശുദ്ധരുടെയും കഥകളൊക്കെ ഉള്ളതാണ് 5 വോളിയം. ഈ 5 വോളിയങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ പൈസ ഉള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ വോളിയങ്ങളാണ്. പറ്റുമെങ്കിൽ ഒരു വോളിയം വാങ്ങി നിങ്ങൾ വായിക്കുക. ആഴമേറിയ ദൈവശാസ്ത്രത്തിലേക്ക് കടക്കുന്ന സംഗതികളാണ്.
അതിന് സമയമായി. ഇനിയും പാല് കുടിച്ചിരുന്നാൽ പോരാ, ഘനമുള്ള ഭക്ഷണം കഴിക്കണം. അതിന് പറ്റിയ പുസ്തകമാണ് ഈ ആത്മാവിൻ്റെ വാൾ 5 വോളിയം. 5 വോളിയം ഒരുമിച്ച് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോളിയം വാങ്ങുക, എന്നിട്ട് വായിക്കുക. പൈസ അനുവദിക്കുമെങ്കിൽ ഒരു കോപ്പി വാങ്ങുകയും ഈ വചനപ്രഘോഷകർക്കോ കാറ്റഗിസം അധ്യാപകർക്കോ അച്ഛന്മാർക്കോ കന്യാസ്ത്രീമാർക്കൊക്കെ കൊടുക്കുക. പൈസ ഉണ്ടെങ്കിൽ, പൈസ ഉള്ളവർ കുറച്ച് പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ പള്ളിക്ക് മാത്രമല്ല, പിന്നെ കള്ളു കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമല്ല, ഇങ്ങനെയും കുറച്ച് പൈസ ചെലവഴിക്കുക. നമുക്ക് അറിവില്ലായ്മയാണ് നമ്മുടെ സഭയെ സ്നേഹിക്കുന്നതിൽ പലർക്കും തടസ്സമായി നിൽക്കുന്നത്. അത് മാറാൻ ഈ പുസ്തകങ്ങൾ ഉപകരിക്കും. ആത്മാവിൻ്റെ വാള് ആ പുസ്തകങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത ജപം നമ്മളൊന്ന് ആവർത്തിക്കുകയാണ്. നമ്മൾ സുറിയാനിക്കാരാണല്ലോ. അപ്പോൾ മാർ വാലാഹ്, അതായത് കവിതാ രൂപത്തിൽ പറയുമ്പോൾ മാറി ലാഹി, അതാണ് മുഴുവൻ വേണ്ടത്. പക്ഷെ കവിതയിലാവുമ്പോൾ അതിന് ചുരുക്കമാകുകയാണ് മാർ വാലാഹ്. അത് നമ്മുടെ കോട്ടയത്തെ സീരിയും പിന്നെ നമ്മുടെ സംഗീത അക്കാദമിക്കാണിത് പോപ്പുലറൈസ് ചെയ്തത്. കവിതയിൽ അത് തെറ്റൊന്നുമില്ല. അപ്പോൾ മാർ വലാഹ്, മാർ എന്ന് വെച്ചാൽ കർത്താവ്, വ ലാഹ് ആൻഡ് ഗോഡ്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് സുറിയാനിൽ ചുരുക്ക രൂപത്തിൽ പറയുന്നത് മാർ വലാഹ്. തോമാസ് ലിയോടൊപ്പം, തോമാസ് ലിയോട് ചേർന്ന് ഈശോയെ നോക്കി ഈശോയോട് നമുക്ക് പറയാം മാർ വലാഹ്, മാർ വലാഹ്. ഇന്നത് പല പ്രാവശ്യം ആവർത്തിക്കുക. സുഹൃദൈവം ആവർത്തിക്കാനുള്ളതാണ്, ആ ചിന്തയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.